ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഹോം എന്ന ചൈനീസ് ഡ്രാമയുടെ 3ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ചെന്നിൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു എയിംസും അംബീഷൻസും ഒക്കെ ഉണ്ടായിട്ടും തനിക്ക് മാത്രം ഒന്നുമില്ലാത്തതിൻ്റെ പരാതിയും വിഷമമൊക്കെ ഉള്ളതായിട്ടും സോങ്ങിനാകട്ടെ എന്തോ ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ സ്പോർട്സുകാരനായിട്ടുള്ള നമ്മുടെ ജിങ്ങും സോങ്ങും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെന്ന് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താ നീ ഹാപ്പി ആവോന്ന് സോങ്ങിനോട് ചോദിച്ചതിനെ തുടർന്ന് സോങ് അപ്പോൾ എന്തോ ആലോചിച്ച് വളരെ ഡിപ്രസ് ആയിട്ടിരിക്കുന്ന കാര്യം ജിങ് മനസ്സിലാക്കിയിട്ട് അവള് പറഞ്ഞ പൊട്ടത്തരം കേട്ട് നീ എന്തിനാ ഇത്ര അപ്സെറ്റ് ആവുന്നേന്ന് ജിങ് ഇപ്പൊ സോങ്ങിനോട് ചോദിക്കുന്ന അതേ ടൈമിൽ തന്നെ ജിങ്ങിന്റെ അച്ഛനായിട്ടുള്ള ഒരു സ്പോർട്സ് കോച്ച് ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ തന്റെ അച്ഛനെ കണ്ട ജിങ്ങിന് ആകെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം അവനിങ്ങനെ അവന്റെ വീട്ടിലൊന്നും പറയാണ്ടാണ് ക്ലാസ് കഴിഞ്ഞ് വേറെ ഇങ്ങോട്ടോ പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിക്കാനായിട്ട് വരുന്നത്. കാരണം അവന്റെ അമ്മയ്ക്ക് അവനിങ്ങനെ സ്പോർട്സിലൊക്കെ കളിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതേ ടൈമില് അവന്റെ അച്ഛന്റെ പണ്ടത്തെ ഒരു ആഗ്രഹം ഇതുപോലെ ഒരു സ്പോർട്സ് പേഴ്സൺ ആവണം എന്നായിരുന്നതുകൊണ്ട് അവന്റെ അച്ഛനപ്പോ അവനെ സപ്പോർട്ട് ചെയ്ത് മര്യാദയ്ക്ക് കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ അവനെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ അച്ഛൻ തന്നെ അവന് വേണ്ട ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ അത് കണ്ട് ദൂരത്ത് എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ സോങ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ സോങ് നേരെ അവന്റെ ക്ലാസ് റൂം ടീച്ചറിനെ പോയിട്ട് കണ്ടിട്ട് തനിക്കിനി ഇവിടെ പഠിക്കാൻ താല്പര്യമില്ലെന്നും ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അവൻ നോർമൽ ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ടീച്ചറുടെ അടുത്ത് പറയുമ്പോൾ ഇത് നിന്റെ പാരന്റ്സിന് അറിയോന്ന് ആ ഒരു ടീച്ചർ അവനോട് ചോദിക്കുന്നുണ്ട്. ഒരു സമയത്ത് അത് അവർക്ക് നന്നായിട്ട് അറിയാമെന്ന് ഒരു നുണ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും സാധാരണ എല്ലാ പഠിപ്പ് പിള്ളേരും സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇവൻ എന്തിനാണ് ഇപ്പൊ ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകുന്നതിന് ആ ഒരു ടീച്ചർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ടീച്ചറെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ മനസ്സിൽ എന്തോ വലിയൊരു ഭാരം ഇറക്കി വെച്ച സന്തോഷത്തിൽ അവൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് സീഷി വന്നിട്ട് അവന്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോങ് ആകട്ടെ തനിക്കെതിരെ തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയെങ്കിലും സീഷി വീണ്ടും അവനെ തന്നെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു റൈറ്റർ ആവണമെന്ന നമ്മുടെ സീഷയുടെ ആഗ്രഹം കാരണം അവൾ ഒരു എസ്സേ ഒക്കെ എഴുതി ടീച്ചറിന് സബ്മിറ്റ് ചെയ്തെങ്കിലും ടീച്ചർ അത് കൊള്ളില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച സമയത്ത് സോങ് വളരെ യാദൃശ്ചികമായിട്ട് ഈ ഒരു എസ്സേ കണ്ട് അത് നല്ലതാണെന്ന് പറഞ്ഞതിലൂടെ സോങ്ങിന് തന്റെ അടുത്ത് എന്തോ ഒരു ഇഷ്ടം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സീഷി. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് സോങ് വീട്ടിലേക്ക് എത്തുമ്പോൾ അവന്റെ പാരന്റ്സ് അവനോട് കാര്യമായിട്ട് എന്തോ സംസാരിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, അവന്റെ ടീച്ചർ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പാരന്റ്സിനോട് പറഞ്ഞതുകൊണ്ട് ഞങ്ങളോട് പറയാണ്ട് എന്തിനാണ് നീ ട്രാൻസ്ഫർ ചെയ്തതെന്നും നിന്റെ ആഗ്രഹം പോലെ നിനക്ക് എബ്രോഡ് പോയിട്ട് പഠിക്കണ്ടേന്നൊക്കെ അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ തനിക്കൊരിക്കലും അങ്ങനെ എബ്രോഡ് പോയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ലെന്നും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ പോലെ പഠിച്ചാൽ മതി എന്നൊക്കെ അവൻ പറയുമ്പോൾ അവന്റെ അമ്മയാകട്ടെ ഇപ്പൊ വളരെ ഇമോഷണൽ ആയിട്ട് നിന്നെ ഞാൻ ഇത്ര നാളെ പഠിപ്പിച്ചത് ഇതിനു വേണ്ടിയിട്ടൊന്നല്ലെന്നും എനിക്ക് ഒട്ടും തന്നെ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും നിനക്ക് പറ്റുന്ന അത്ര എഡ്യൂക്കേഷനൊക്കെ തന്ന് നിന്നെ വലുതാക്കാനായിട്ടാണ് നിന്റെ പാരന്റ്സ് ആയിട്ടുള്ള ഞങ്ങൾ ശ്രമിച്ചതെന്നും എന്നിട്ട് ഞങ്ങളുടെ എഫേർട്സിനൊന്നും നീ ഇതുപോലെ ചവിട്ടി താഴെ ഇടരുതെന്നൊക്കെ പറഞ്ഞ് ആകെ ഇമോഷണൽ ആയിട്ട് ഓരോന്ന് പറയുന്ന സമയത്ത് ഇത് കേട്ട് പെട്ടെന്ന് സോങ്ങിന്റെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവനിപ്പോ ആദ്യമായിട്ട് അവന്റെ അമ്മയുടെ മുമ്പിൽ പൊട്ടിത്തെറിക്കുകയാണ്. ഇത്രയും നാള് നിങ്ങൾ പറയുന്ന പോലെ കേട്ടിട്ട് ഞാൻ പഠിച്ചിരുന്നില്ലേന്നും പക്ഷെ ഒരിക്കൽ പോലും എന്റെ സന്തോഷം എന്താണ്, എന്റെ അംബീഷൻ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോന്നും അവനിപ്പോ അവന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇത് കേട്ട് വീണ്ടും ദേഷ്യവും വിഷമമൊക്കെ വന്ന അവന്റെ അമ്മയാകട്ടെ നിന്നോട് ഞാനത് പലതവണ ചോദിച്ചിട്ടും നീ തന്നെയല്ലേ അത് പറയാണ്ടിരുന്നേന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ദേഷ്യം വരുമ്പോൾ സോങ് അമ്മയ്ക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ലെന്നും ഈവൻ അമ്മ എനിക്ക് എന്നും കൊണ്ടുതരുന്ന വാൾനട്ട്സ് പോലും എനിക്ക് ഇഷ്ടമില്ലാന്നും കൂടി പറയുമ്പോൾ ഇത്രയും നാളും തന്റെ മകനെ മനസ്സിലാക്കിയില്ലെന്നും അവനോട് ചോദിക്കാണ്ട് തന്റെ ഇഷ്ടങ്ങളാണ് താൻ ചെയ്തുകൊണ്ടിരുന്നേന്നും ആ ഒരു അമ്മ തിരിച്ചറിയുന്നുണ്ട്. മാത്രല്ല അവനെ പറ്റിയിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും ഈ ഒരൊറ്റ നിമിഷത്തിൽ തീർന്നു എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ സോങ്ങിന്റെ റൂമിൽ ചെന്നിട്ട് അവൻ പഠിച്ചുകൊണ്ടിരുന്ന ബുക്സ് ഒക്കെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞളയാണ്. ഇത് കാണുമ്പോൾ അവന്റെ അച്ഛൻ അവന്റെ അമ്മേനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ അമ്മ ഇപ്പൊ അവന്റെ മുഖത്ത് പോലും നോക്കാതെ നേരെ റൂമിലേക്ക് പോയിട്ട് വാലടയ്ക്കുന്നുണ്ട്. ഇതേ നേരം ഉള്ള സമാധാനമൊക്കെ പോയിട്ട് സോങ് അപ്പൊ നേരെ അവന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള തെന്നിനെയും ജിങ്ങിനെയും ചെന്ന് കണ്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ ജിങ് ഇപ്പൊ അവന്റെ അടുത്ത് നീ എന്തിനാണ് നോർമൽ ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തനിക്ക് അങ്ങനെ പഠിച്ച് എബ്രോഡിക്കൊന്നും പോകണ്ടെന്നും ഇവിടെ തന്നെ പഠിച്ച് മെഡിക്കൽ സ്കൂളിലേക്ക് അഡ്മിഷൻ നേടി ഒരു ഡോക്ടർ ആവണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും പക്ഷെ തന്റെ അച്ഛൻ ഡോക്ടർ ആയിട്ടും ഒരു 5 മിനിറ്റ് പോലും തികഞ്ഞ വീട്ടിലിരിക്കാതെ ഫാമിലി ലൈഫ് ഒന്നും തന്നെ ആസ്വദിക്കാത്തതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് ഈ ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷൻ തന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാന്നും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും തന്നെ അവരുടെ അടുത്ത് പറയാൻ പറ്റില്ലെന്നും താൻ പറയില്ലെന്നും പറയുമ്പോൾ ജിങ് അതിന് സപ്പോർട്ട് ചെയ്ത് ഇതൊന്നും അവരറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ടെങ്കിലും ചെന്നിനാകട്ടെ എന്ത്
പറയണമെന്ന് അറിയാണ്ട് അവളാകട്ടെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതേ നേരം സോങ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ചെന്ന് അന്ന് പറഞ്ഞ ആ ഒരു വാക്ക് കാരണമാണ് സോങ് എങ്ങനെയൊക്കെ ചിന്തിച്ചെന്നും അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു പ്രോബ്ലത്തിൽ അവരെങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്നും ജിങ്ങും ചെന്നും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ ജിങ് ആകട്ടെ നമ്മുടെ സോങ്ങിന്റെ അച്ഛനെ കണ്ടിട്ട് സോങ്ങിന്റെ കാര്യം എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാനായിട്ട് തനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്നും പക്ഷെ അവന്റെ പാരന്റ്സ് അവന്റെ ഡ്രീമിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും പക്ഷെ അവന്റെ അച്ഛൻ അങ്ങനെയല്ലെന്നും അദ്ദേഹത്തിന് കുട്ടികളുടെ ഹാപ്പിനെസ് ആണ് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റോറി തള്ളിമറിച്ചുണ്ടാക്കി ഇൻഡയറക്റ്റ് ആയിട്ട് അവന്റെ അച്ഛനെ വിശ്വസിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവന്റെ അച്ഛന് കാര്യം മനസ്സിലായെന്ന് മാത്രമല്ല അവന്റെ അച്ഛനിപ്പോ അവനെതിരെ അവന്റെ കാലിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദനയുണ്ടെന്നും അതിന് മര്യാദയ്ക്കുള്ള ഡോക്ടറെ വന്ന് കാണാണ്ട് അവൻ എക്യുപഞ്ചറിങ് പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്നും ഡോക്ടറെ കാണിക്കേണ്ടത് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രം അവൻ ഇനി സ്പോർട്സ് ഫീൽഡിൽ കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സിംഹത്തിന്റെ ഗുഹയിൽ തന്നെയാണ് അവൻ വന്ന് പെട്ടെന്ന് മനസ്സിലാക്കി അവൻ വേഗം തന്നെ അവിടെ എസ്കേപ്പ് അടിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കാര്യങ്ങളൊന്നും എന്റെ അമ്മ അറിയരുതെന്ന് കൂടി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ നേരം നമ്മുടെ ചെന്നാകട്ടെ ഇപ്പൊ ഓപ്പൺ ആയിട്ട് സോങ്ങിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. മാത്രമല്ല അവളിപ്പോ അവളുടെ മൈൻഡിൽ വരുന്ന തോട്ട്സും അവന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പാരന്റ്സിനോട് സംസാരിക്കാതിരിക്കുകയല്ല നീ ഇപ്പൊ ചെയ്യേണ്ടതെന്നും ഓപ്പൺ ആയിട്ട് നിന്റെ കാര്യങ്ങൾ നീ തുറന്നു പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെ നല്ലതായിരിക്കും എന്നൊക്കെ അവൾ അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ താനത് പറയാമെന്ന് അവനും അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ശരിക്കും സോങ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായിട്ടുള്ള കാരണം ജിങ് പറഞ്ഞ പോലെ അന്ന് ചെന്ന് ഇവന്റെ അടുത്ത് ഇവൻ ശരിക്കും ഹാപ്പി ആണോ എന്ന് ചോദിച്ചതല്ലെന്നും അതിന് ശരിക്കത്തെ കാരണം ജിങ് തന്നെയാണെന്നും കാരണം നിങ്ങളൊക്കെ നോക്കുമ്പോൾ അവൻ വെറുതെ ഒരു ലക്ഷ്യമില്ലാണ്ട് കളിച്ചടക്കുന്ന ഒരു കുട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും അവൻ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണെന്നും കാരണം ഇതിനു മുമ്പ് ഒരു ഗെയിം കളിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ കാല് വളരെയധികം ഇഞ്ചേർഡ് ആയിട്ട് പോലും അവൻ വീണ്ടും വീണ്ടും ട്രെയിൻ ചെയ്ത് നിരന്തരമായിട്ടുള്ള ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഒക്കെ കൊണ്ട് ഇതിനു വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവൻ അവന്റെ എയിമിലേക്കുള്ള വഴികൾ നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു തന്റെ ഇൻസ്പിറേഷൻ എന്നും അന്ന് ആ ഒരു ടർഫിൽ വെച്ച് അവൻ കളിക്കുന്നതൊക്കെ നോക്കി നിന്നപ്പോഴാണ് തനിക്ക് ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതെന്നും സോങ് ഇപ്പോൾ അവളുടെ അടുത്ത് റിവീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന ചെന്നിനാകട്ടെ സോങ്ങിന് ഒരു ഡോക്ടർ ആവണമെന്നും ജിങ്ങിന് ഒരു സ്പോർട്സ് പ്ലെയർ ആവണമെന്നും ആഗ്രഹമുണ്ടെങ്കിലും തനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നേന്ന് ആലോചിച്ച് ചെന്നെ വിഷമിക്കുമ്പോൾ അവളോട് എന്തെങ്കിലും ടാലന്റ് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സോങ് ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് നൈറ്റ് വീട്ടിലേക്ക് എത്തുന്ന സോങ്ങിന്റെ അച്ഛൻ ഇപ്പോൾ അവന്റെ അടുത്ത് നാളെ തന്നെ ക്ലാസ്സിലേക്ക് പോയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള പേപ്പർ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും ഞാൻ എന്റെ ടീച്ചറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും പറയുമ്പോൾ അത് കേട്ട് സോങ് ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്റെ അച്ഛൻ എന്താണ് പറ്റിയതെന്നും അമ്മയോട് ചോദിക്കാണ്ട് അച്ഛൻ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ എന്നും ആലോചിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. ഈ നേരത്ത് അവന്റെ അമ്മ തന്നെ വേഗം അങ്ങോട്ടേക്ക് കയറി വന്ന് അടുക്കളയിൽ ഉണ്ടായിരുന്ന അവന്റെ അച്ഛനെ നോക്കിയിട്ട് ഇങ്ങനെയാണോ മനുഷ്യ നിങ്ങൾ കുക്ക് ചെയ്യാന്നൊക്കെ ചോദിച്ച് ചെറുതായിട്ട് അവളുടെ മനസ്സിലെ ദേഷ്യമൊക്കെ സോങ്ങിന്റെ അച്ഛന്റെ അടുത്ത് തീർത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ സോങ് ആകട്ടെ അവന്റെ അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് അല്ല അമ്മയോട് ചോദിക്കാണ്ട് ഞാൻ അങ്ങനെ റെഗുലർ ക്ലാസ്സിന് ചേരുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കുമ്പോൾ മാത്രം ഞാൻ അങ്ങനെ ജോയിൻ ചെയ്യുള്ളൂ എന്ന് അവൻ പറയുമ്പോൾ നിന്റെ അമ്മ സമ്മതിക്കാതെ ഇന്നേ വരെ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് അവന്റെ അച്ഛൻ അവനോട് തിരിച്ചു ചോദിക്കുമ്പോഴാണ് തന്റെ അമ്മയും കൂടി അറിഞ്ഞിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫറിന്റെ കാര്യം നടന്നതെന്ന് അവൻ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഫൈനലി അവന്റെ അമ്മയും അച്ഛനും കൂടി അവന്റെ ആഗ്രഹം സ്വീകരിച്ചപ്പോൾ അവൻ ഒത്തിരി ഹാപ്പി ആവുന്നുണ്ട്. ഇതേ നേരം ചെന്നാകട്ടെ ഇപ്പൊ ജിങ്ങിനെ വന്ന് കണ്ടിട്ട് ശരിക്കും സോങ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള യഥാർത്ഥ കാരണം അത് ഞാനല്ലെന്നും അത് ജിങ് തന്നെയാണെന്നും പറയുമ്പോൾ ഷോ എനിക്ക് വയ്യ, എല്ലാവർക്കും ലീഡറായിട്ട് എന്നെ തന്നെ മതി എന്നുള്ളൊരു എക്സ്പ്രഷനിൽ അവൻ അങ്ങനെ സ്വയം പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന ചെന്നാകട്ടെ സോങ്ങിന്റെ അമ്മ അവന്റെ ആഗ്രഹം പോലെ ഒരു ട്രാൻസ്ഫറിന് സമ്മതിച്ചതറിഞ്ഞ് ആകെ സന്തോഷത്തിൽ അവളുടെ അച്ഛനോട് സോങ്ങിന്റെ എംബിഷനും അവന്റെ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവൾ കിടക്കാൻ പോകുന്നേക്കാളും മുമ്പും എനിക്ക് ആദ്യം കണ്ടപ്പോൾ മുതൽ ജിങ്ങിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു എന്നും ഒന്നും പഠിക്കാണ്ട് ആ കുഴപ്പം നടക്കുന്ന ഭയങ്കര കെയർലെസ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ജിങ്ങിനെ അവൾ കരുതിയെങ്കിലും ശരിക്കത്തെ ജിങ് അങ്ങനെയൊന്നല്ലെന്നും അവന് പുറകില് വളരെ ഒരു ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഇൻസ്പിറേഷനും ഒക്കെ ഉണ്ടെന്ന് ഇപ്പൊ ചെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ജിങ്ങും ചെന്നും കൂടി മാച്ച് കാണാൻ പോകുന്ന സമയത്ത് അവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ള സോങ്ങും കൂടി വരുമ്പോൾ അത് അവർക്ക് ഇരട്ടി സന്തോഷം കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ സോങ്ങിനെ കാണുമ്പോൾ നമ്മുടെ സീഷയ്ക്കും മനസ്സിൽ ലെഡ് പൊട്ടുന്നുണ്ട്. ഇങ്ങനെ പിന്നീട് ഇപ്പൊ സോങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം വീട്ടിൽ സമ്മതിച്ചെങ്കിലും ഇപ്പോഴും അവന്റെ ആഗ്രഹമായിട്ടുള്ള ഒരു ഡോക്ടർ ആവണം, മെഡിക്കൽ സ്കൂളിലേക്ക് പോകണം എന്നത് റിവീൽഡ് ആകാത്തോണ്ട് അവൻ വളരെ സീക്രട്ട് ആയിട്ടാണ് മെഡിക്കൽ സ്കൂളിന്റെ ബുക്കുകളൊക്കെ ഇരുന്ന് വായിക്കുന്നത്. മാത്രമല്ല അവന്റെ അമ്മ സ്ഥിരം കൊടുക്കുന്ന പോലെ തന്നെ വാൾനട്ട്സ് ആയിട്ട് ഒരു പ്രാവശ്യം അവന്റെ റൂമിലേക്ക് വരുന്നുണ്ടെങ്കിലും പിന്നീട് അവനത് ഇഷ്ടമല്ല എന്ന കാര്യം ആലോചിച്ച് അവൾ അത് അവന് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതിലൂടെ തന്നെ അവരമ്മയ്ക്കും ഒരുപാട് റിയലൈസേഷൻസ് ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ പിറ്റേ ദിവസം സോങ് ഇപ്പോൾ ആദ്യമായിട്ട് അവരുടെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ക്ലാസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടി അല്ല നിന്നെ പറ്റി കുറെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടെന്നും ശരിക്കും നമ്മുടെ ചെന്നിനെ കാണാൻ വേണ്ടിയിട്ടാണ്
കൊണ്ടാണ് സോങ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നതെന്നൊക്കെ കേട്ടുല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ സീഷിയാണ് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെയുള്ള റൂമേഴ്സ് ഒന്നും സ്പ്രെഡ് ചെയ്യരുതെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നത്. അത് ചെന്നിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, സോങ്ങിന് അവൾക്കൊരു നോട്ടം ഉള്ളത് കൊണ്ടുകൂടിയാണ്. പോരാത്തതിന് സോങ് ഇപ്പൊ അവളുടെ പുറകിൽ വന്നിരിക്കുമ്പോൾ സീഷി കുറച്ചും കൂടി എക്സൈറ്റഡ് ആകുന്നുണ്ട്. ഇതേ നേരം സ്പോർട്സ് റെപ്പായിട്ടുള്ള ജിങ്ങിന് അവിടെ നടക്കാൻ പോകുന്ന സ്പോർട്സ് ഡേയുടെ ഒരു ബ്രോഷർ കൂടി കിട്ടുമ്പോൾ ജിങ് ഇപ്പോൾ അതിനുവേണ്ടി ആൾക്കാരെ തപ്പി നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ജിങ് ഓൾറെഡി അവനായിട്ട് ഇഷ്യൂ ഉണ്ടാക്കാറുള്ള വേറൊരു സ്പോർട്സിൽ തന്നെ ഒരു പയ്യനുമായിട്ട് സംസാരിക്കുമ്പോൾ രണ്ടുപേരും കൂടി വളരെയധികം ആർഗ്യൂ ചെയ്ത് ലാസ്റ്റ് ഒരു ബെറ്റിലേക്ക് അത് പോകുന്നുണ്ട്. അതിൽ ഇനി നടക്കാൻ പോകുന്ന സ്പോർട്സ് ഡേയിൽ തന്റെ ക്ലാസ് ജയിക്കുമെന്ന് ജിങ്ങും എന്റെ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരൊറ്റ ആള് പോലും ഇല്ലെന്നും നിങ്ങൾ 8 നിലയിൽ പൊട്ടുമെന്നും മറ്റേ പയ്യനും കൂടി പറഞ്ഞ് അവരങ്ങനെ ബെറ്റ് വെക്കുകയാണ്. കാര്യം വലിയ കാര്യത്തില് ജിങ് ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവന്റെ ക്ലാസ്സിൽ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് അവനിപ്പോ പാവം നമ്മുടെ ചെന്നിന്റെ അടുത്ത് 1500 മീറ്റർ റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ലൈറ്റ് ചെറുതായിട്ട് ജോഗിങ് ചെയ്യാറുണ്ടെങ്കിലും ഇത്രയും ദൂരമൊന്നും ഓടാനായിട്ട് തന്നെ കൊണ്ട് കഴിയില്ലെന്ന് ചെന്ന് പറയുന്നുണ്ട്. അതേ നേരം ജിങ് പറഞ്ഞ ആരും കേൾക്കാത്തതുകൊണ്ട് അവൻ വീണ്ടും നമ്മുടെ ചെന്നിന് തന്നെ പുറകെ നടന്ന് ആ ഒരു റേസിന് പങ്കെടുക്കാനായിട്ട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആ ഒരു കോമ്പൗണ്ടിലുള്ള എല്ലാവരുടെയും അമ്മമാരും കൂടിയിട്ട് വെറുതെ മീറ്റ് ചെയ്ത് അവരിങ്ങനെ ഒരു വിശേഷങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ജിങ്ങിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ഇഞ്ചുറിയെ പറ്റിയിട്ട് അവന്റെ അമ്മ പറയുന്നത്. അന്ന് അവൻ കളിച്ച് അവന്റെ മുട്ടിന് പറ്റിയ ആ ഒരു ഇഞ്ചുറി ഇനി എപ്പോൾ വേണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ് കാരണം തിരിച്ചു വരാമെന്നും അവന്റെ ഹെൽത്തിനെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ അവനിങ്ങനെ സ്പോർട്സിലേക്കൊന്നും വിടാണ്ട് പിടിച്ചു നിർത്തിയിരിക്കണേന്നും ആ ഒരു അമ്മ പറയുന്നുണ്ട്. ഇതേ നേരം തങ്ങളുടെ സ്കൂളിൽ ഇനി സ്പോർട്സ് ഡേ ആണ് വരാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ ചെന്നിന്റെ അമ്മയും ഇപ്പൊ അവളെ സ്പോർട്സിനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടെന്നും ഓടാനും ചാടാനൊന്നും പോവണ്ടെന്നും പറഞ്ഞ് അവളെയും വിലക്കുന്നുണ്ട്. ചെന്നാകട്ടെ ഇത് കേട്ട് അമ്മ പറയുന്ന എന്തായാലും ഞാൻ അനുസരിക്കുന്നു പറയുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സ്പോർട്സ് ഗെയിം എന്താവുമെന്നും നിങ്ങളുടെ ആഗ്രഹം പോലെ നമുക്കതിൽ ജയിക്കാൻ പറ്റുമെന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.